എപ്പിസോഡ് ഓപ്പണിംഗ് സീനാണെങ്കിൽ ക്വീൻ ഷൂട്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റ് കണ്ട് ഡ്രേക്ക് ആണെങ്കിൽ അങ്ങനെ ഷോക്ക് ആവുകയാണ്. അവനാണെങ്കിൽ ആ ബുള്ളറ്റ് കൊണ്ട സാമുറായ്സിനെ അവരെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കും. അവരുടെ ബോഡി അത് ഫ്രീസായി പതിയെ പതിയെ ട്രാൻസ്ഫോം ആയി സോംബിയെ പോലായി തീരുകയാണ്. ഡ്രേക്ക് പറയും, സത്യത്തിൽ ഇതൊരു വൈറസ് ബുള്ളറ്റാണ്. ഇതിനുള്ളിൽ ഒരു പ്രത്യേകതരം പ്ലേഗ് ഉണ്ട്. അത് ആരുടെയെങ്കിലും ബോഡിക്കുള്ളിൽ പോയി കഴിഞ്ഞാൽ പതിയെ ട്രാൻസ്ഫോമായി സോംബിയായി തീരും. ഇതുപോലായവര് അടുത്തുള്ളവരെ കടിച്ച് ആ ഒരു വൈറസ് അവരുടെ ബോഡിയിലേക്കും പകർത്തിവിടും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു വൈറസ് അത് ആ ക്വീൻ കണ്ടുപിടിച്ചതാണ്. പക്ഷേ അവൻ ഇതിവിടെ ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയും. ഇവിടെ ക്വീൻ ആണെങ്കിൽ ടെററായിട്ട് ചിരിച്ച് വീണ്ടും വീണ്ടും അവിടെയുള്ളവരെ ഷൂട്ട് ചെയ്യാണ്. ഓരോരുത്തരുടെ ബോഡിയിൽ ആ ബുള്ളറ്റ് അങ്ങനെ ഇറങ്ങി അവർ പതിയെ പതിയെ ട്രാൻസ്ഫോം ആവും. അവന്റെ അസിസ്റ്റൻസും നമ്മുടെ ആൾക്കാരുടെ സാമുറായ്സും എല്ലാവരും ആ ഒരു ബുള്ളറ്റ് കൊണ്ട് ഇപ്പൊ പതിയെ പതിയെ സോംബീസായി തീരും. അതേസമയം മറ്റൊരു ഭാഗത്ത് കൈഡോടെ മകള് ആണെങ്കിൽ മൊമന്റോസ്കിയുടെയും ഉണ്ടപ്പെണ്ണിന്റെയും പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഞാനാണ് ഓടൻ, ദയവ് ചെയ്ത് അവിടെ നിൽക്ക്, നിങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം. ലൂഫി, അവൻ ഞാൻ ശത്രു അല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? മൊമന്റോസ്കിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവളിൽ ചെറിയ ട്രസ്റ്റ് ഒക്കെ തോന്നും. അവൻ ആ കാര്യം ഉണ്ടപ്പെണ്ണിനോട് പറയും. അവളാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ശത്രുക്കളുടെ കോട്ടയാണ്, ഇവിടെ ആര് വേണമെങ്കിലും കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരാം. ഇത്തരം പ്രലോഭനങ്ങളിൽ നമ്മൾ വീടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്ത് അവൾ അങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടും. മൊമന്റോസ്കി ആണെങ്കിൽ അവളുടെ കണ്ണുകളിലേക്ക് നോക്കും. അത് കാണുമ്പോൾ മൊമന്റോസ്കിക്കാണെങ്കിൽ അവന്റെ പപ്പയെ തന്നെ ഓർമ്മ വരികയാണ്. അവൻ ഒരുപാട് തവണ കൈഡോടെ മകളോട് സംസാരിക്കാം എന്ന് ആവശ്യപ്പെടും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും കേൾക്കില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് സുലോങ്സിനെ കാണിക്കും. ആണെങ്കിൽ ഫുൾ പവറിൽ കൈഡോയെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ കൈഡോയുടെ പവറിന് മുൻപിൽ സുലോങ്സിന് പിടിച്ചു നിൽക്കാനാവില്ല. കിങ്ങും ഡോക്കിങ്ങും ബാക്കിയുള്ളവരെല്ലാവരും ജാക്കിന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു അത് ജാക്കാണ്. അവരുടെ ഐലാൻഡ് നശിപ്പിക്കാൻ ശ്രമിച്ചതും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും ആനയെ തന്നെ അറ്റാക്ക് ചെയ്തതും അതെല്ലാം തന്നെ ജാക്കാണ്. സോ അവരെല്ലാവരും ഇപ്പൊ ജാക്കിന് നേരെ തിരിയും. ക്യാറ്റ് വൈപ്പറും ഡോഗും ആണെങ്കിൽ അവരുടെ കൈകളിലേക്കും കാലുകളിലേക്കും നോക്കും. ആ പോയിസൺ സ്പ്രെഡ് ചെയ്ത് അവരുടെ കൈയും കാലും വെട്ടിയെടുത്തത് അതിവനാണ്. അവര് ടെററായി നോക്കി മുരച്ച് രണ്ട് ടീമും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. മറ്റൊരു ഭാഗത്ത് കൈഡോ ആണെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആണ്ടേ ടീമും ആണെങ്കിൽ നോർമൽ സോൾജേഴ്സും ആയിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ബാക്കിയുള്ള സോൾജേഴ്സ് ഒന്നും തന്നെ റുഫിയൻ ടീമിന് ഒരു പ്രതിബന്ധമായിട്ട് മാറാൻ പാടില്ല. സോ അവരെ തടയുക എന്നതാണ് അവരുടെ മെയിൻ എയിം. സോ അതനുസരിച്ച് അവരിപ്പോൾ ഓരോ ഭാഗത്തേക്ക് സ്പ്രെഡായി അറ്റാക്ക് ചെയ്യും. അതേസമയം കുറച്ച് ആളുകൾ ഇപ്പൊ സ്റ്റയർ കയറി മുകളിലേക്ക് പോവാണ്. അടുത്ത നിമിഷം ക്യാരറ്റ് അവളാണെങ്കിൽ നല്ലൊരു എൻട്രി കൊടുത്ത് അവരെ തല്ലി കൊല്ലുകയാണ്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കും. അത് കേൾക്കുമ്പോൾ തന്നെ അവളുടെ മാസ്റ്റർ പെട്രോ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. നിനക്കായിട്ട് ഒരു ദിവസം ഉണ്ടാവും, തീർച്ചയായിട്ടും ആ ദിവസം നീ നിന്റെ പവറും സ്ട്രെങ്ത്തും കാണിക്കണം. ക്യാരറ്റ് ആണെങ്കിൽ വാണ്ടയോട് വിളിച്ചു പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അവിടുന്ന് പോവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ പതിയെ എഴുന്നേൽക്കുകയാണ്. അവളെ ഉരുട്ടിക്കൊണ്ടുവന്ന ജിംബയോടുള്ള ദേഷ്യം അതങ്ങനെ ഇരച്ചു കയറും. പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കും. അപ്പൊ അവളുടെ തൊട്ടു മുൻപിൽ പരസ്പരോ കാണേണ്ട താമസം അവൾ ഡബിൾ ഹാപ്പി. വായു, നിനക്ക് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നത്, നമുക്ക് എത്രയും വേഗം ആ ലോഫിയെ തകർക്കണം എന്ന് പറയും. അതിന് പരസ്പരം ആണെങ്കിൽ ബിഗ് മോമിനോട് പറയും, എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമ്മയോട് പറയാനുണ്ട്. ബിഗ് മോം ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ചുറ്റും നോക്കുകയാണ്. അപ്പോ ദൂരത്തായിട്ട് മാർക്കോയെ കണ്ട് അവൾ അത്ഭുതപ്പെടും. മാർക്കോയോ, ഇത് വൈറ്റ് ബിയർഡിന്റെ പൈററ്റ് ടീമിലെ ഒരു മെമ്പർ അല്ലേ, നീ എങ്ങനെ ഇവിടേക്ക് വന്നു? അതിന് മാർക്കോ ആണെങ്കിൽ ബിഗ് മോമിനോട് പറയും, എനിക്കും നിന്റെ മകനും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത്, കൈഡോയെ തകർക്കുക. അത് കേട്ട് ബിഗ് മോം ഞെട്ടും. പരസ്പരം ആണെങ്കിൽ ബിഗ് മോമിനോട് പറയും, അതെ, ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. അമ്മ കരുതും പോലെ കൈഡോ നിസ്സാരക്കാരനല്ല, അവൻ തീർച്ചയായിട്ടും നമ്മളെ ചീറ്റ് ചെയ്യും. അവനുമായിട്ടുള്ള അലയൻസ് അതിപ്പോ തന്നെ ഒഴിവാക്കണം. അതിന് ബിഗ് മോം പറയും, എന്റെ തീരുമാനം ഇത് ഞാൻ ശരിക്കും ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനം തന്നെയാണ്. ആ വൺ പീസ് ട്രഷറിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ കൈഡോയുടെ സഹായം ആവശ്യമാണ്. കാലത്തേക്ക് നമുക്ക് ഈ ഒരു അലയൻസ് അത് കൂടിയേ തീരുവെന്ന് ബിഗ് മോം ആട്ടിച്ചു പറയും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ ഡോക്കിങ്ങും ക്യാറ്റ് കിങ്ങും അവർ രണ്ടുപേരും ആ മോൺസ്റ്റർ ഫോമിലേക്ക് മാറി ജാക്കിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. കിങ്ങിന്റെ അറ്റാക്കില് ജാക്കിന്റെ ഒരു കണ്ണ് അത് നഷ്ടപ്പെടും. ഡോഗ് ആണെങ്കിൽ അവന്റെ ഒരു കാല് തല്ലി ഒട്ടിക്കും. മൂന്ന് പേരും ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് കൺട്രോൾ പോകും. കാരണം ഈ പവറായിട്ട് തെരഞ്ഞെടുത്തതിൽ ഒരാളാണ് ജാക്ക്. സോ അവന്റെ മുൻപിൽ വെച്ച് ജാക്കിന് ഇത്രയധികം പരിക്കുകൾ പറ്റുന്നതും അവൻ തകർന്നു വീഴുന്നതും ഡോയ്ക്ക് കണ്ടു നിൽക്കാനാവില്ല. ഡോഗ് സ്റ്റോമിനും ക്യാറ്റ് വൈപ്പറിനും അവരുടെ കാര്യം അടങ്ങില്ല. കാരണം അവരോട് ചെയ്ത ക്രൂരത അത് ഒരുപാടാണ്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ കൺട്രോൾ പോയ കൈഡോ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, നിങ്ങൾ സ്റ്റോപ്പ് ദ ഫക്ക്,
ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളോട് സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുക. എൻ്റെ അസിസ്റ്റൻസിനെ എൻ്റെ മുൻപിലേക്ക് വിട്ടു തരില്ല എന്ന് പറഞ്ഞ് കൈഡോ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനായി ഡോഗിൻ്റെയും കാറ്റിൻ്റെയും അടുത്തേക്ക് വരും. ജാക്കിനാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് അപമാനം തോന്നുകയാണ്. അവനാണെങ്കിൽ പകുതി വേദന സഹിച്ച് ഇപ്പോൾ കൈഡോയോട് മാപ്പ് പറയും. ഓ ഐ എം സോറി, എന്നെ കൊണ്ട് ഇതിന് കഴിയുന്നില്ല. അതിന് കൈഡോ ആണെങ്കിൽ അവനോട് പറയും, നീ വീക്ക് അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇവരിപ്പോൾ ഒരുപാട് പവർഫുൾ ആയിരിക്കുകയാണ്. ആണെങ്കിൽ ചുറ്റും നോക്കും, അവൻ്റെ പ്രധാനപ്പെട്ട അസിസ്റ്റൻസ് എല്ലാം ഒരുപാട് പരിക്കുകൾ പറ്റി അങ്ങനെ വീണ് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോകണം. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഇവിടുന്ന് കടന്നു പോകണം. ഇവരെ എല്ലാവരെയും ഞാൻ തന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് നേരെ കൈഡോ തിരിയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കാസ്റ്റിലിൻ്റെ മറ്റൊരു ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ പുറത്ത് യുദ്ധവും നടക്കുന്ന അറിയാതെ ഒരു പെൺകുട്ടി പാട്ടങ്ങനെ പാടി ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിച്ച് അവിടെയുള്ളവരെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കൈഡോയുടെ മകള്, അവളാണെങ്കിൽ ഇപ്പോഴും ഉണ്ടപ്പെണ്ണിനും മൊമൻറ്റോസ്കിയുടെയും പിന്നാലെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യില്ല. അതേസമയം ഇവിടെ പരസ്പരം അവനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഒരു കാരണവശാലും ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതിന് ബിഗ് മോം പറയും, ആ വൺ പീസ് ആ ട്രഷറിന് വേണ്ടി മാത്രമാണ് ഞാൻ അവനുമായിട്ട് അലയൻസ് ചേർന്നത്. പരസ്പരയ്ക്കാണെങ്കിൽ അപ്പോഴും അതുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ കിങ് ഓഫ് ദ പൈററ്റായിട്ട് കണ്ടത് അമ്മയെയാണ്, മറ്റൊരാളതായി മാറുന്നത് ഞങ്ങളെ കൊണ്ട് സഹിക്കാനാവില്ല. ബിഗ് മോം ആണെങ്കിൽ അടിച്ചു പറയും, കിങ് ഓഫ് പൈററ്റ് അത് ഞാൻ തന്നെയായിരിക്കും, ആ വൺ പീസും എനിക്ക് സ്വന്തമായിരിക്കും. എൻ്റെ തീരുമാനത്തിൽ നിനക്കൊരല്പം പോലും വിശ്വാസമില്ലേ? അത് കേട്ട് ഇപ്പോൾ പരസ്പരയ്ക്കാണെങ്കിൽ മറ്റൊന്നും പറയാനായിട്ട് കഴിയില്ല. അവനും ഇപ്പോൾ മനസ്സില്ലാ മനസ്സോട് കൂടെ അവൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യുകയാണ്. മാർക്കോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും, ഇനി അവനും പരസ്പരവും ഒരേ അലയൻസ് ആയിട്ട് മുൻപോട്ടേക്ക് പോവില്ല എന്ന്. ബിഗ് മോം ആണെങ്കിൽ മാർക്കോയെ കളിയാക്കും. അതിന് മാർക്കോ ആണെങ്കിൽ തിരിച്ച് ബിഗ് മോമിനെ കളിയാക്കുകയാണ്. കൺട്രോൾ പോയ ബിഗ് മോം ആണെങ്കിൽ മാർക്കോയ്ക്ക് നേരെ മുരച്ച് നിൽക്കും. അതേസമയം ക്യാരറ്റ് അവിടേക്ക് വന്ന് ഇപ്പോൾ പരസ്പരമായി കണ്ട് ഞെട്ടും. കാരണം പരസ്പരമായി നശിപ്പിക്കാനാണ് പെട്രോ അവനവൻ്റെ ജീവൻ ത്യജിച്ചത്. ക്യാരറ്റ് ആണെങ്കിൽ വാണ്ടയ്ക്ക് ഇപ്പോൾ അവനെ കാണിച്ചു കൊടുക്കും. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് പെട്രോ അവൻ മരണപ്പെടാൻ കാരണം. സോ അവനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവർ കാണും ഫുൾ മൂൺ. അവർക്കാണെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു ലക്കി ഡേ കിട്ടാനില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് ലൂഫി, അവൻ ഒരുപാട് ശ്രമിച്ചിട്ടും മുകളിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അവന് മുകളിലേക്ക് കയറാൻ കഴിയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് കഴിയും. ചുറ്റുമുള്ളവരെല്ലാവരും ലൂഫിക്ക് മുകളിലേക്ക് എത്താനായിട്ട് അവരെ കൊണ്ട് പറ്റും പോലെ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ലൂഫി ആണെങ്കിൽ അവൻ്റെ മുൻപിലുണ്ടായിരുന്ന വില്ലന്മാരെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുകളിലേക്ക് പോകും. അതേസമയം കൈഡോ അവനാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ബ്ലാസ്റ്റ് ബ്രീത്ത് പവർ അത് തന്നെ നല്ല ഫോഴ്സിൽ പുറത്തേക്ക് റിലീസ് ചെയ്ത് ഇപ്പോൾ അവരെ തകർക്കാനായിട്ട് പോവുകയാണ്. കിന്നാണെങ്കിൽ ഒരു സ്ക്വാഡുമായി അവിടേക്ക് പാഞ്ഞടുക്കും. കിന്നാണെങ്കിൽ ആ ബ്ലാസ്റ്റ് ബ്രീത്ത് അത് രണ്ടായി വെട്ടിയെറിഞ്ഞ് കൈഡോയുടെ മുഖത്ത് തന്നെ ആഞ്ഞ് വെട്ടുകയാണ്. ചോര തുളുമ്പി അങ്ങനെ കൈഡോ ഒരു ഭാഗത്തേക്ക് തെറിക്കുകയാണ്. ഇവിടെ യോഷിറോ ആണെങ്കിൽ വിളിച്ചു പറയും, 20 വർഷം ഞങ്ങൾ പേടിച്ച് പതുങ്ങിയിരിക്കായിരുന്നില്ല, മറിച്ച് ട്രെയിനിങ് എടുത്ത് സ്ട്രോങ് ആവുകയായിരുന്നു. ഓടന്റെ പ്രതിജ്ഞ അത് നിറവേറ്റാൻ. ഇനി ഞങ്ങൾ പേടിച്ച് ഒളിച്ചിരിക്കാനോ പിന്നോട്ട് പോകാനോ തയ്യാറല്ല. ഒന്നുകിൽ നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇതിനെ പോലെ മരണമടയെന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.